ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തികളാണ്. ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല, അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കൂ സാർ. അതായത് അവർക്ക് ജോലി കൊടുക്ക്, അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക്. ഇപ്പൊ GDP-യുടെ സ്ഥിതി എന്താണ്? അത് താഴേക്ക് പോവുകയല്ലേ? നിങ്ങൾക്ക് ഈ പരിപാടി അല്ലാതെ, ഈ പറയുന്ന മാന്തലും കുഴിക്കലല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, തമ്മിലടുപ്പിക്കുക, അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വോട്ടിന് വേണ്ടി നടക്കുക, ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല. നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന കാരണം എന്ന് വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈരുദ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എത്രയോ വിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ്. അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തതുപോലെ, അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ്? അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്. 10,000-10,000 വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നവരാണ്. നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വഖഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല ഗോപാലകൃഷ്ണ, 2013 ഈ വഖഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ? അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ 2014 BJP-യുടെ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കുക. 2014 പ്രകടന പത്രിക എന്താണ്? അതായത് അന്യാധീനപ്പെടുന്ന വഖഫ് സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ? പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് മുകളിലാണ് നിങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട്. എന്നാ കാരണം വെച്ചാൽ RSS അല്ല എന്ന് പറയും. നീരാളികൾ പോലെയാണ്. ഒരുപാട് എന്താ പറയാ, ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണം നിഷേധിക്കാൻ പറ്റും. BJP അല്ല എന്ന് പറയും. പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി മസ്ജിദിന്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് BJP അല്ല, വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു. പിന്നീട് ഹിമാചൽ പ്രദേശിലെ പലംപൂരിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ വെച്ചാണ് BJP ആ പ്രശ്നം ഏറ്റെടുത്തത്. നിങ്ങളുടെ തട്ടിപ്പിതാണ്. ആരെങ്കിലും ഒരാൾ പരിപാടിക്ക് പോകും, പരാതിയുമായിട്ട് പോകും, അതിനുശേഷമാണ് നിങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഈ സമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ? ഇപ്പൊ അജ്മീർ, എന്റെ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ അജ്മീറിൽ നിന്ന് പോകണം. നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാല് നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞതുപോലെ ചാദർ അയച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാണ്, വഴിപാടിന് തുല്യമാണ്, നേർച്ചയാണ്. ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മുകളിലാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചത്.